ഹായ് ഗൈസ്, അപ്പോൾ നമുക്കൊന്ന് കൂടിയുള്ളത് റോയൽ എൻഫീൽഡിൻ്റെ സൂപ്പർ മീറ്റർ 650 ആണ്. ഇറങ്ങിയിട്ട് കുറച്ച് നാളായെങ്കിലും ഇപ്പോഴും സെയിൽസിനൊന്നും അത്ര വലിയ കുറവില്ല. GST 2.0 വന്നതിന് ശേഷമാണ് പിന്നെയും കുറച്ചുകൂടി വില കൂടിയപ്പോൾ ആൾക്കാർക്കൊരു എടുക്കാനൊരു തോന്നുന്നത്. എന്നാലും ഫാൻസിന് കുറവില്ലാത്തൊരു വണ്ടിയാണ്. ഇത് നമുക്ക് തന്നത് തൃശ്ശൂരുള്ള ഹെറിറ്റേജ് മോട്ടോഴ്സാണ്. അവർക്കൊരു താങ്ക്സ്. സൂപ്പർ മീറ്ററിൽ നല്ല അടിപൊളി LED ഹെഡ് ലാമ്പ്സാണ് വരുന്നത്. അതുപോലെ കണക്റ്റഡ് ഫീച്ചേഴ്സൊക്കെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിലുണ്ട്. നല്ല ബേസിക് ഇൻഫർമേഷൻസും ഉണ്ട്. അതുപോലെ ഇപ്പുറത്താണ് നമ്മൾ നാവിഗേഷൻ ഒക്കെ ആയിട്ട് ഗൂഗിളായിട്ട് കോളബറേറ്റ് ചെയ്ത് ബിൽഡ് ചെയ്തിട്ടുള്ള ക്ലസ്റ്റർ വരുന്നത്. ഇപ്പോൾ എൻജിൻ സൈഡ് പറയുകയാണെന്ന് വെച്ചാൽ 648cc എയർ ആൻഡ് ഓയിൽ കൂൾഡ് എഞ്ചിനാണ് സൂപ്പർ മീറ്ററിൽ വരുന്നത്. ഔട്ട്പുട്ട് പറയുകയാണെന്ന് വെച്ചാൽ ഒരു 47 PS പവറും 52 Nm ടോർക്കും ഈ എഞ്ചിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ET650 ഇൻ്റർസെപ്റ്റർ 615 അപേക്ഷിച്ച് ഇതിൻ്റെ എഞ്ചിൻ ട്യൂണിങ് വ്യത്യാസമുള്ളതുകൊണ്ട് ഓടിക്കുമ്പോൾ ചെറിയൊരു വ്യത്യാസമൊക്കെ ഉണ്ട്. പവർ പക്ഷേ അതുപോലെ. പിന്നെ സൂപ്പർ മീറ്ററിനെ പറ്റി പറയാന്ന് വെച്ചാൽ ഇന്ത്യയിൽ വെച്ചിട്ടാണുള്ള ബൈക്കുകളിൽ വൺ ഓഫ് ദി ലോങ്ങസ്റ്റ് ആൻഡ് ബിഗ്ഗസ്റ്റ് ബൈക്കാണ്. നീളം കൂടുതലാണ് വണ്ടി. നല്ല വ്യൂ നോക്കുമ്പോൾ ട്വിൻ സൈലൻസേഴ്സൊക്കെ ആയിട്ട് നല്ല ലുക്ക് ഉണ്ട് വണ്ടി. അതുപോലെ ആ വലിയ ടയറിൻ്റെ സൈസ് എന്ന് പറഞ്ഞാൽ 150/80 ആണ് വരുന്നത്. അപ്പോൾ ഭയങ്കര വലുപ്പമാണ് ബാക്കിയുള്ള വണ്ടികളൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ. ലെങ്ത്തിനെ പറ്റി പറയാന്ന് വെച്ചാൽ 2260 mm ലെങ്ത്ത് വണ്ടി വരുന്നുണ്ട്. അതാണ് അത്രയും ഒരു നീളം കൂടുതൽ വന്നിരിക്കുന്ന വണ്ടി. 15.7 ലിറ്റേഴ്സ് ഫ്യൂൽ കപ്പാസിറ്റി ഉള്ളത്. അതൊക്കെ ധാരാളമാണ്. പിന്നെ ഇതിൻ്റെ മൈലേജൊന്നും നോക്കിയിട്ടല്ലല്ലോ ഈ വണ്ടിയൊക്കെ എടുക്കുക. റൈഡിങ് ഫീൽ കിട്ടാനുള്ള ഇത് എടുക്കുക. അതുകൊണ്ട് പിന്നെ മൈലേജൊന്നും ആൾക്കാർ ചോദിക്കാണ്ടിരിക്കുകയാണ് നല്ലത്. പിന്നെ ഈ ലെങ്ത്തും കൂടുതലുണ്ട്. അതുപോലെ തന്നെ വീൽ ബേസും കൂടുതലാണ്. 1500 mm വീൽ ബേസ് വരുന്നത്. അതുകൊണ്ട് വളയ്ക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരിക്കും. എന്നാലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ഓടിക്കാം. പിന്നെ ഗ്രൗണ്ട് ക്ലിയറൻസ് കുറച്ച് കുറവാണ്. 135 mm വരുന്നത്. എന്നാലും അത്ര വലിയ കുഴപ്പമില്ല. നോക്കിയിട്ടൊക്കെ നമ്മുടെ റോട്ടിൽ കൂടെ ഒക്കെ എടുക്കാൻ വെച്ചാൽ കുഴപ്പമില്ല. നമ്മുടെ റോഡ് പിന്നെ പറഞ്ഞ പോലെ ആയതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. വണ്ടി ഭാരം കൂടുതലാണ്. ഒരു 241 കിലോഗ്രാമോളം വരുന്നുണ്ട്. ബട്ട് സീറ്റ് ഹൈറ്റ് 740 mm ഉള്ളൂ. അതുകൊണ്ട് അത്ര വെയിറ്റ് ചെയ്യില്ല. നന്നായി കാലിട്ട് നിൽക്കാനൊക്കെ പറ്റുന്നുണ്ട്. ഇപ്പോൾ സൂപ്പർ മീറ്റിയോർ 3 കളർ ഓപ്ഷൻസിലാണ് വരുന്നത്. ഒരു ആസ്ട്രൽ സീരീസ്, ഇൻറ്റർസ്റ്റെല്ലർ, പിന്നെ സെലസ്റ്റിയൽ. നമ്മളതിൽ ഇരിക്കുന്ന ഇൻറ്റർസ്റ്റെല്ലർ ഗ്രീനാണ്. അതുപോലെ ആസ്ട്രലിലാണെന്ന് വെച്ചാൽ ആസ്ട്രൽ ബ്ലാക്ക് ഉണ്ട്, ആസ്ട്രൽ ബ്ലൂ ഉണ്ട്, ആസ്ട്രൽ ഗ്രീൻ ഉണ്ട്. ഇൻറ്റർസ്റ്റെല്ലറിലാകുമ്പോൾ ഒരു ഇൻറ്റർസ്റ്റെൽ ഗ്രേയും കൂടി വരുന്നുണ്ട്. പിന്നെ സെലസ്റ്റിയലിലാകുമ്പോൾ സെലസ്റ്റിയൽ റെഡും സെലസ്റ്റിയൽ ബ്ലൂ ആണ് വരുന്നത്.